നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരായിരിക്കും എന്നതിനെക്കുറിച്ച് കത്തോലിക്ക സഭയിലും ആഗോള സമൂഹത്തിലും ഗൗരവ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഏറ്റവും കൂടുതൽ കർദിനാൾമാരുള്ള ഇറ്റലിയിൽ നിന്നുള്ള അടുത്ത മാർപ്പാപ്പയുണ്ടാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്നേവരെ ഏറ്റവും കൂടുതൽ പോപ്പുമാരുണ്ടായ രാജ്യവും ഇറ്റലിയാണ്. ഇറ്റലിയിൽ നിന്ന് അവസാനമായി ഉണ്ടായ പോപ്പ് ജോൺ പോൾ ഒന്നാമനാണ്. കേവലം 32 ദിവസം മാത്രമേ അദ്ദേഹം പാപ്പ പദവിയിലിരുന്നുള്ളൂ. ഹൃദയാഘാതം മൂലം ഉറക്കത്തിൽ അദ്ദേഹം മരിച്ചു. അതിനുശേഷം സഭയിൽ പോപ്പുണ്ടായത് പോളണ്ടിൽ നിന്നാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ. അദ്ദേഹം ദിവംഗതനായതിനു ശേഷം അടുത്തായി ഉണ്ടായ പോപ്പ് ജർമ്മനിയിൽ നിന്നായിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ ജർമ്മൻകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റാലിയൻ വംശജനും ഒപ്പം സൗത്ത് അമേരിക്കയിലെ അർജന്റീനക്കാരനുമായിരുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി പാപ്പ പദവിയിൽ തുടരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഏറെ വൈകാതെ അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കേണ്ടി വരും. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാരാണ് പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. ആ നിലയിൽ ഇറ്റലിയിൽ നിന്ന് ഒരു കർദിനാൾ അടുത്ത മാർപ്പാപ്പയാകാനുള്ള സാധ്യതയാണുള്ളത്. അതല്ലെങ്കിൽ കർദിനാൾമാരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള അമേരിക്കയിൽ നിന്ന് അടുത്ത പോപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആഗോള ക്രൈസ്തവ സഭയുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയിൽ നിന്നൊരു പോപ്പ് കടന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ത്യയിൽ നിന്ന് വോട്ടവകാശമുള്ള 5 കർദിനാൾമാരാണുള്ളത്. അതിൽ 3 പേർ മലയാളികളാണ്. രാജ്യമനുസരിച്ചുള്ള കത്തോലിക്ക കർദിനാൾമാർ 2024 ഏറ്റവും കൂടുതൽ കത്തോലിക്ക കർദിനാൾമാരുള്ള രാജ്യം ഇറ്റലിയാണ്. ഇറ്റലിയിൽ ആകെ 28 കത്തോലിക്ക കർദിനാൾമാരുണ്ട്. ഇതിൽ 16 പേർക്ക് നിലവിൽ വോട്ടവകാശമുണ്ട്. ഏറ്റവും കൂടുതൽ കത്തോലിക്ക കർദിനാൾമാരുള്ള 2ാമത്തെ രാജ്യമാണ് അമേരിക്ക. 11 കത്തോലിക്ക കർദിനാൾമാരാണ് അമേരിക്കയിലുള്ളത്. ഇതിൽ 8 പേർക്ക് വോട്ടവകാശമുണ്ട്. സ്പെയിൻ, ജർമ്മനി, ഇന്ത്യ, ബ്രസീൽ എന്നിവിടങ്ങളിലും നിരവധി കത്തോലിക്ക കർദിനാൾമാരുണ്ട്. ഈ രാജ്യങ്ങളിലും ഓരോന്നിലും ആകെ 5 കത്തോലിക്ക കർദിനാൾമാരുണ്ട്. ഫ്രാൻസും പോളണ്ടും ആദ്യ 10ൽ ഇടം നേടിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം 4 കത്തോലിക്ക കർദിനാൾമാരുണ്ട്. അതേസമയം തികച്ചും അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തു നിന്നോ സൗത്ത് അമേരിക്കയിൽ നിന്നോ പുതിയ പോപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഏറ്റവും മുന്നിലുള്ളത്. ഏറ്റവും അധികം കത്തോലിക്കമാരുള്ള ഭൂഖണ്ഡം സൗത്ത് അമേരിക്കയാണ്. അതിൽ തന്നെ അർജന്റീന, ബ്രസീൽ, ചിലി എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും അധികം വിശ്വാസികളുള്ളത്. അതേസമയം ന്യൂമോണിയ ബാധ ഗുരുതരമായതിനെ തുടർന്ന് റോമിലെ ജെമെല്ലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. രക്തത്തിൽ അണുബാധ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൃക്കകളും അപകടാവസ്ഥയിലാണ്. പോപ്പിനെ ശ്വാസകോശ സംബന്ധമായ രോഗം അലട്ടുകയാണെന്ന് മാർപ്പാപ്പയുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞതിനാൽ വെള്ളിയാഴ്ച അദ്ദേഹത്തിന് രക്തം മാറ്റിവെച്ചിരുന്നുവെന്നും വത്തിക്കാൻ വ്യക്തമാക്കുന്നു. ആരോഗ്യനില ഗുരുതരമാണെങ്കിലും അദ്ദേഹം കിടപ്പിലല്ലെന്നും അധിക സമയവും ചാരികസേരയിൽ വിശ്രമിക്കുകയാണെന്നും അതേസമയം കൂടുതൽ ക്ഷീണിതനായാണ് കാണപ്പെടുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഓക്സിജൻ സഹായത്തോടെയാണ് അദ്ദേഹം ശ്വാസമെടുക്കുന്നത്. മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി മെഴുകുതിരികൾ കൊളുത്തിയും സങ്കീർത്തനങ്ങൾ ചൊല്ലിയും കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആശുപത്രിക്ക് പുറത്ത് കഴിയുകയാണ്. കത്തോലിക്ക സഭയുടെ നേതൃസ്ഥാനത്ത് ആജീവനാന്തം തുടരുന്നത് തന്റെ പ്രതിബദ്ധതയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വത്തിക്കാന്റെ പ്രവർത്തനങ്ങൾക്ക് കർദിനാൾ സ്റ്റേറ്റ് സെക്രട്ടറി പിയാത്രോ പറോലിലാണ് നേതൃത്വം നൽകുന്നത്. 2025 വിശുദ്ധ വർഷമായി ആചരിക്കുന്നതിനാൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അടുത്തിടെ നടക്കുന്ന കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരം ആർച്ച് ബിഷപ്പ് റീനോ ഫിസിക്കല്ല നേതൃത്വം നൽകും. ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്.